ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെ. ബിജുകുട്ടാ, പ്രസാട്ടാ, നമുക്ക് അടുത്ത സ്കിറ്റിന് ആളെ വിളിക്കണം. പിന്നെ തീർച്ചയായിട്ടും കിടിലൻ സ്കിറ്റുകളും കിടിലൻ ത്രെഡുകളുമായിട്ട് വരുന്ന ഒരു 3 പേരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ശ്യാം, രാജേഷ് ആൻഡ് വിഷ്ണു. അമ്മേ ശരണം ദേവീ ശരണം. കുറ്റിക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് അവസാന ദിനമായ ഇന്ന് കൃത്യം 7 മണിക്ക് ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള. ഈ ഗാനമേള ആസ്വദിക്കുവാൻ കലാസ്വാദകരായ എല്ലാവരെയും അമ്പർഗ്രൗണ്ടിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഒരു പ്രത്യേക അറിയിപ്പ്, ഗാനമേളയ്ക്ക് പാടാൻ വന്ന ഗായകരുടെ അറിവിലേക്കാണ്. സ്റ്റേജിന് വെളിയിൽ ഇറങ്ങി പാടരുത്. 26,000 രൂപ കൊടുത്ത് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് കപ്പ നടാനല്ല. ഹലോ 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 ഹലോ, എവിടാടാ നീ? ഞാൻ വരുവാന്ന്. ഈ പറഞ്ഞേ, നീ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല കേട്ടോ. ഞാൻ എത്തി, നീ ഫോൺ വെച്ചേ. ഞാൻ എത്തി. നീ എത്തിയോ? എത്തി, ഫോൺ വെക്കണം. വാതിക്കൽ എത്തിയാ? രാജാച്ചേ, എന്നതാണ് ഇവിടെ വിഷയം? ഇത് അങ്ങ് കവല വരെ കേൾക്കാല്ലോ. എന്നാ ഇവിടെ വിഷയം? എന്നാ? ഞാൻ തോറ്റ്. ഏത് സബ്ജക്റ്റിന്? ഇംഗ്ലീഷിന്. ഞാൻ മടുത്തത്. ഏത് കാലിന്? എന്താ മടിയെന്ന് പറഞ്ഞു? അച്ഛനെ കൊണ്ട് ഞാൻ മടുത്തെന്നാ പറഞ്ഞത്. എടാ, കാര്യം പറയടാ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എവിടെയെങ്കിലും ഗാനമേള നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു തുള്ളലാണ് അച്ഛന്റെ മെയിൻ പരിപാടി. ഇവിടെ ഒരു ഗാനമേള നടന്നപ്പോ അച്ഛൻ പോയി തുള്ളി. ഒരുത്തർ ക്യാമറ പിടിച്ചിട്ട് അത് ഫേസ്ബുക്കിലിട്ട് വൈറലായി. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും അച്ഛന്റെ ഡാൻസ് ആണ്. ഈ പോലീസുകാരനായി എനിക്കൊരു നാണമില്ലേ? എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഈ പമ്പലപ്പുറപ്പിന് മുമ്പിൽ പോയി തുള്ളുക എന്തൊരു നാണക്കേടാണ് ഇത്. നീ അതുകൊണ്ട് അച്ഛനൊക്കെ പറഞ്ഞത് തിരുത്തണം. എടാ, നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞ മനസ്സിലാകത്തില്ല. കഴിഞ്ഞ മാസം പഴകുടി ക്ഷേത്രത്തിൽ ഗാനമേള നടന്നപ്പോ രാമകഥാ ഗാനലയം പാട്ട് പാടിയപ്പോ എവിടുന്നോ കച്ചിത്രൂ പറിച്ചോണ്ട് ഫ്രണ്ടിലിട്ട് അത് കത്തിച്ച് അതിന്റെ നടുക്കിരുന്ന് ആ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്ത അച്ഛൻ. നീ അച്ഛനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ പിന്നെ എന്തിനാണ് വന്നത്? ഇന്ന് അച്ഛനെ പുറത്തോട്ട് വിടരുത്. ഞാൻ ഏറ്റ് ഒരു 10 മിനിറ്റ് ചെയ്യൂ. തരും. ഞാൻ ഏറ്റ്. അല്ല പിന്നെ മാമാ, ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ് ഗാനമേള ആരംഭിക്കുകയായി. ആദ്യഗാനം ആലപിക്കുന്നു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഋതു ഗിന്നസ്. സുന്ദരിയേ സുന്ദരിയേ ചെന്താമിഴിൽ പെൺകൊടിയേ മഞ്ചൾ മണം പൂസി വരും മാർഗഴിതൽ പൈങ്കിളിയേ തെൻകാശി സാന്തും ഇട്ട് തെരുക്കൂത്തും പാട്ടും പോട്ട് തെൻകാശി സാന്തും ഇട്ട് തെരുക്കൂത്തും പാട്ടും പോട്ട് തെമ്മാങ്ക് തേനെ മുന്നിൽ വാ കാണ്ടി കോലമയിൽ വാ സുന്ദരിയേ സുന്ദരിയേ. ഒരു മകൻ എത്രയെന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ടു നിൽക്കും. ഒരച്ഛൻ എത്രയെന്നും പറഞ്ഞ് ഇത് കണ്ടോണ്ട് ഞാൻ പറയും. ഞാൻ പറയാം. മാമാ, എവിടെ പോണു? അമ്പലത്തിലെ ഉത്സവമാണല്ലോ, ഗാനമേള നടക്കുന്നു. 10 ദിവസം ഇന്ന പൊളി ഞാൻ പൊളിക്കും. ഞാൻ ആ സൈഡ് കളി ഞാൻ കളിക്കും. ഞാൻ പോയിട്ട് ഡാ പറഞ്ഞു അങ്ങോട്ട് പോന്നു, ടക്കേ നിങ്ങൾ തിരിച്ചു വരും. അമ്പലത്തിലും പോകുന്നില്ല, ടക്കനെ നിങ്ങോട്ട് വരുന്നുമില്ല. അവൻ്റെ കൂടെ നടന്നുള്ള കോമഡിയും പഠിച്ച് വെച്ചിട്ട് പോയതാണ്. അച്ഛൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ ഇത് വെളിയിറങ്ങാൻ പാടില്ല. എന്റെ മൾട്ടി കളർ തന്തേ, ഇവിടെ നിന്ന് വെളിയിൽ പോകരുത്. എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. അവൻ പറയുന്നത് കേട്ടു അനുസരിച്ച് നിന്നോണം. ഇവരെന്താ ഇങ്ങനെ? എനിക്കറിയാം. അമ്പലത്തിലെ ഉത്സവല്ലേടാ? ഇല്ല, പോകാൻ പറ്റത്തില്ല. ഇപ്പൊ 2 തുള്ളിന്റെ വരണം നടക്കത്തില്ല. എനിക്ക് നാണക്കേട് അനുഭവിക്കാൻ പറ്റത്തില്ല. അച്ഛൻ ഇവിടെ പോയി കിടന്ന് തുള്ളിയിട്ട് അതിന്റെ നാണക്കേട് ഞാൻ അനുഭവിക്കുന്നു, അറിയോ? ഞാൻ എന്തുവാണ് ഇത് പറയുന്നത്? മാമാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മാമൻ പഴയ പോലെ വീട്ടിലെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മാമന്റെ ഇപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ വേറെ പല കാര്യങ്ങളിലും. എങ്ങനെ അറിഞ്ഞാ? ഈ മിമിക്കാമെന്ന ദാക്ഷായണി ഇവിടെ വന്നു, അവിടെ വാട്സപ്പ് നമ്പർ ഞാൻ മേടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു മെസ്സേജ് അയക്കുവോ, ഞാൻ ആ വീഡിയോ കോൾ ചെയ്യുവോ, ഇരിക്കുന്ന മഞ്ഞ കൊണ്ട് അയക്കുവോ ചെയ്തിട്ടില്ല. അച്ഛൻ എന്തോ പറയുന്നു? ഇതൊക്കെ എപ്പം നടന്നു? അയ്യോ, അപ്പൊ അതല്ലായിരുന്നു ചോദിച്ചു. ഹലോ ടെസ്റ്റിംഗ്. നിന്റെ കൂട്ടുകാരൻ പ്രഭാകരനാണ്. എടാ, ഗാനമേള തുടങ്ങി. പിള്ളേരൊന്നും ഒരു ചലനവും ഇല്ല. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്, നിന്റെ പ്രോപ്പർട്ടി എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ചേര് കേട്ടാ. ഒന്ന് അച്ഛാ, പോകാൻ പറ്റത്തില്ല.
ഒന്ന് വിടാ. അച്ഛൻ പോകാൻ പറ്റത്തില്ല. അവങ്കടത്ത് വിളിക്കണ്ട, ഒന്ന് വിടാ, ഞാൻ പോയിട്ട് വരട്ടെ. അയാളാണ് അച്ഛനെ ചീത്തയാക്കുന്നത്. ഇതാരത്? ഇത് അച്ഛന്റെ ഒരു കൂട്ടുകാരൻ, ഒരു നശിച്ച കൂട്ടുകാരൻ. അങ്ങനെയാണ് ഇതിന്റെയൊക്കെ ആണി. ഇതിന്റെ ഇടയ്ക്ക് ഈ പുള്ളി പ്രോപ്പർട്ടിയുടെ കാര്യം എന്തോ പറഞ്ഞല്ലോ. പ്രോപ്പർട്ടി എന്താണെന്ന് അറിയത്തില്ലേ? ഇല്ല. ഈ ഡാൻസ് മിണ്ടരുത്, അച്ഛൻ മിണ്ടരുത്, അച്ഛൻ മിണ്ടരുത്. ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് കൃഷ്ണനാണെങ്കിലേ ഇവിടെ പീലി കെട്ടും, ഓടക്കുഴലുണ്ട് കയ്യിൽ. അല്ല വേറെ ഏത് പാട്ട് പാടി അതനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഈ സഞ്ചിക്കകത്തുണ്ട്, ഈ സഞ്ചിയിലുണ്ട്. സത്യമാണോ? ഇല്ല എന്തോ സഞ്ചിയില് ഇല്ല ഒന്നുമില്ല. മേടിച്ചെടുക്കാം, തരത്തില്ല. അതല്ല അച്ഛൻ മിണ്ടരുത്. ഒന്ന് വിടാ, ഒന്ന് വിടാ, മാമ ഇതെന്തുവാണ് ഇത്? എനിക്കറിയത്തില്ല എന്റെ പൊന്നോ. എന്തിനാ മാമ ഇത്? അത് ഈ പിള്ളേർ ഗാനമേള മറ്റേ പാട്ട് വല്ലതും പാടുവാണേലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാന്ന് ഓർത്താ. ഏത് പാട്ട് ഏത് പാട്ട് ഏത് പാട്ട്? കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു അടിക്കുവാണ്. അത് പോട്ട്. കുട്ടുമക്കുട്ടൂനാണ് ഈ ഐറ്റം. ഇതെന്താണ് ഇത്? ഇത് മിന്നാമിനുങ്ങ്. യോ മിന്നാമിനിങ്ങനെ എന്തിനാ ഇത് പിടിച്ചിട്ടിരിക്കുന്നത്? അത് മണിച്ചേട്ടന്റെ പാട്ടുകാരും പാടുവാണേ പറഞ്ഞു വിടാ. ഏത് പാട്ട്? മിന്നാമിനുങ്ങ്. ആ രാത്രി മിന്നാമിന് ഇങ്ങനെ പിടിക്കുന്ന പണിയായി അച്ഛന്. ദാണ്ടാ പാട്ട് പുസ്തകം കൊണ്ട് കിടക്കുന്നു. അതാണ് മെയിൻ. അതെന്തറിയോ, ഇപ്പോഴത്തെ ഹിന്ദി പാട്ട് പിള്ളേരും തമിഴ് പിള്ളേരും ഒക്കെ പാടിയിട്ട് സ്റ്റേജിന് വെളിയിറങ്ങും. എന്നിട്ട് അവന്മാർ ദിക്കടെ വിട്ട് പാട്ട് മറന്നു പോയിട്ട് നമ്മുടെ നേരെ മയക്കി. അപ്പൊ പാട്ട് പുസ്തകം എടുത്ത് നിർത്തി കൊടുക്കുന്നു, പാട്ട് പാടി കൊടുക്കുന്നു. അത് പാടാതിരിക്കാൻ പറ്റില്ല. നമ്മള് പല പറമ്പിൽ കാണേണ്ട പയ്യന്മാരത്. മാമ ഇതെല്ലാം പോട്ട് എന്തിനാ ഇതിന്റെ അകത്ത് മൈപ്പിൽ കൊണ്ട് കിടക്കണത്? അത് ഈ മീശമാധവ സിനിമയിലെ പാട്ടക്കാരും പാടുവാണേലേ മറ്റേ കാവ്യമാധവന്റെ പിടിക്കിനിട്ട് അരഞ്ഞാണം എടുക്കത്തില്ല അതിന്റെ. അതിനെവിടെ കാവ്യമാധവൻ? എന്റെ കൂട്ടുകാരൻ പ്രഭാകരൻ 1.5 മണിക്കൂറായിട്ട് അരഞ്ഞാണം കെട്ടി അവിടെ നിൽക്കും. എനിക്ക് സഹിക്കുന്നില്ല. നിങ്ങളുടെ മകനായിട്ട് തന്നെ ഞാൻ ജനിച്ചല്ലോ. ശാപം പിടിച്ചൊരു ജന്മമായി പോയി എന്റെ. നാണക്കേടുണ്ടാക്കിയ ജന്മം. സത്യം പറയാതിരിക്കുന്ന എങ്ങനെയാടാ? എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അച്ഛനോടാണ് നിങ്ങൾ പറഞ്ഞു. ആ പറയും ഇതല്ലാണ്ട് ആ മനസ്സെന്ത് വേദനിച്ചാണ്? പോടാ അകലടാ. എനിക്കിപ്പോ അച്ഛനൊരു നാണക്കേടാ അല്ലേടാ. എന്റെ പൊന്നുമോക്ക് വിഷമമായടാ കേട്ടോടാ. വിഷ്ണുവേ 1987 ജനുവരി 6-ാം തീയതി യവന്റെ അമ്മയും ഞാനുമായിട്ടുള്ള കല്യാണം നടന്നതിന്റെ അന്ന് രാത്രി നമ്മുടെ തൊട്ടപ്പുറത്തെ വല്യോർമ്മ അമ്പലത്തി ഉത്സവത്തിന് ആലപ്പുഴ ബ്ലൂ ഡൈമണ്ട്സിന്റെ ഗാനമേള നടക്കുക. അപ്പൊ ഈ ഗാനമേള കാണാൻ വേണ്ടി അവനൊന്നും അങ്ങോട്ട് ഇറങ്ങിയതാ. പക്ഷെ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയത് എവിടുന്നാന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു കോരിച്ചൊഴിയുന്ന മഴയും പേമാരി ഇടിവെട്ടും ഒക്കെ. അപ്പൊ ഒരു കൊട എടുക്കാൻ വേണ്ടിയാ തിരിച്ച് വീടിനകത്ത് അവന്റെ അമ്മ ഇരിക്കുന്ന മുറിയിലോട്ട് കയറിയതേ. ഇപ്പൊ നിന്റെ ഈ വിഷമോ എന്നോടുള്ള ഈ ദേഷ്യമൊക്കെ കാണുമ്പോ ഞാൻ ആലോചിക്കുക, എന്ത് അന്ന് ആ മഴയും തന്നെ ഞാൻ ഗാനമേളയാക്കാൻ പോയാ മതി. അവൻ പറഞ്ഞപ്പോ അവനെ ഞാൻ വഴക്ക് പറഞ്ഞവനാ. മാമൻ ഒറ്റ ഒരാൾ കാരണമാണ് അവന്റെ ജീവിതം പുറത്തോട്ടി പോയത്. ഞാൻ എന്തോർത്താ അവന്റെ ഇന്ന് നല്ലൊരു ഉത്സവമായിട്ട് അവന്റെ ഭാര്യ വീട്ടിലുണ്ടോ മാമ? അവന്റെ പിള്ളേരുമായിട്ട് വീട്ടിൽ പോയി നിൽക്കാറുള്ളത് നിങ്ങൾ ഒറ്റ കാരണം. അതുകൊണ്ട് ഇനി മാമ നിങ്ങൾ ഇവിടെ കടന്ന് ഡാൻസ് കളിക്കാൻ പോയാ ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ പൂട്ടിക്കിടും മാമ. ഉറപ്പാ? എന്നെ എന്റെ വിഷമം കൊണ്ട് നീ ദേഷ്യപ്പെട്ട് മാറിപ്പോവാതെ എങ്കിൽ ഫ്രെയിം കേട്ടാവും. ആലോചിച്ചേടാ എന്നെ പൂട്ടിവിടുന്ന എന്റെ പെങ്ങളെ ചെറുക്കനാന്നേ. അല്ലല്ല ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ തെറ്റുണ്ട്. എന്റെ ഈ കലാവാസന കിടക്കുമല്ലേടാ, അറിയാത്തൊക്കെ തുള്ളിപ്പോകൂടെ ചെറുക്ക. അതുകൊണ്ടാണ്. കാരണം ഞാൻ കാരണം നിന്റെ ഭാര്യ ശ്രീജെ കണ്ട് എന്റെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇല്ല, ഒരു ഉത്സവ പറമ്പിലോട്ടും ഇല്ല. എന്റെ സങ്കടം. അല്ലല്ല വേണ്ട, കാണുന്നുമില്ല. ഇനി നോക്കിയോ, ഇനി ഡാൻസ് കളിക്കുന്നില്ല. ടി വിയിൽ ഒരു പാട്ടിട്ടാ എന്റെ പെരുവരിൽ ചലിക്കത്തില്ലല്ലോ. കളിക്കത്തില്ല, ഉള്ളിക്കിടന്ന് പടക്കുന്നല്ലത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, രണ്ടുപേരും പോയി കുറെ ചങ്ങല മേടിച്ചോണ്ട് പോവാ. എന്നിട്ട് വാൽക്കണ്ണാടി സിനിമയ്ക്കകത്ത് കലാപം മണി ചേട്ടനെ പൂട്ടിയിടുന്നവൻ എന്നെ പൂട്ടിയിടും. ഞാനിവിടെ കിടക്കാം. അല്ല അത് അച്ഛൻ ഞാനിനി ഡാൻസ് കളിക്കുന്നില്ലടാ. ഞാൻ ദേഷ്യം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഒരു അടിച്ചു പൊളിക്കാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സൂപ്പർ ബിറ്റ്സിന്റെ അനുഗ്രഹീത ഗായകൻ മധുരൈ ശിവകാർത്തികേയൻ. ഞാൻ എവിടെയാണോ ഞാൻ എന്നെ കാണാൻ പറ്റിയത് എനിക്ക് തറപ്പോളൻ അടിയിലോട്ട് കയറി പോയിട്ടുണ്ട്. ഡാൻസ് കളിച്ച് പുഴുവടിച്ച് ജാതം കൊണ്ടൊന്ന് മാറ്റിയില്ലേ. കുറച്ചു നേരം അവിടെ കിടക്ക്. എടാ ഇപ്പൊ ഈ ടാർപ്പാള് മാറ്റിയില്ലേ, ശകലം കഴിയുമ്പോൾ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഒരു ടാർപ്പാള വലിച്ചിട്ട് ധാരാളം ഇവിടെ കൊണ്ടിട്ടത് മണ്ടര പോലെ.
എന്തുവാ അച്ഛാ ഈ കാണിക്കുന്നത്? ദൈവത്തെ ഓർത്ത് അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കല്ലേ അച്ഛാ? അച്ഛൻ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോയി കിടന്നുള്ളുന്നു. 1 രൂപയുടെ ഉപകാരം ഈ വീടിനുണ്ടോ? തോന്നാത്ത പറഞ്ഞ ആഴ്ച ചെവക്കറൻ ഞാൻ പിടിക്കും. ഇന്നാളെ 760 രൂപ എന്റെ കൊണ്ട് കൊടുത്താ ഞാൻ. 160 രൂപ തന്നത് അലമാരക്കകത്ത് വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. എടാ വല്ലോർമ്മ അമ്പലത്തിൽ ഉത്സവം നടക്കുവന്നേ. ഞാൻ അവിടെ ചെന്ന് ഗാനം ഇളക്കി തുള്ളുവാ. അപ്പൊ ഏതോ ഒരു ഗൾഫുകാരൻ ഇഷ്ടം പോലെ കാശുമായിട്ട് വന്നിരിക്കണ്ട. എന്നിട്ട് അവന്റെ ഒരു കൂട്ടുകാരൻ സുനിൽ എന്ന് പറഞ്ഞ ഒരുത്തൻ മരിച്ചെന്ന് പറയുന്നു. അപ്പൊ ഈ ഗാനമേളയിൽ ആര് സുനിൽ എന്ന് പേരുള്ള ഒരു പാടാൻ വന്നാലും അപ്പൊ നോട്ട് മാല അല്ലേ പൈസ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇരുന്ന് തുള്ളിക്കൊണ്ടിരുന്നപ്പം എന്റെ അപ്പുറത്തിരുന്ന് ഒരുത്തൻ തുള്ളുന്നു. അവനോട് വന്ന് വെച്ചാൽ എന്തോ പേരെന്ന് ഞാൻ പറഞ്ഞു സുനിൽ. അവന് നോട്ട് മാലയും പൈസ. എന്നോട് ചോദിച്ച എന്തോ പേരെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പേര് ദിവാരനാ, പക്ഷെ വീട്ടിൽ സുനിലെന്നാ വിളിക്കുന്നത്. എനിക്ക് കിട്ടി മാല. ആ പൈസ എന്നെ അവന്റെ കൊണ്ട് കൊടുത്താ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ജോലി എന്താണെന്ന് അച്ഛൻ അറിയാലോ. ഒരു പോലീസുകാരനാണ് ഞാൻ. ആ പോലീസുകാരന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ അച്ഛൻ എടുക്കും. മര്യാദയ്ക്ക് പോണം. യവനെ ഇവൻ പറഞ്ഞ പോലെ ചെയ്യും. ഇവൻ പോലീസുകാരനാ. ഇവന് പുറം മുറിയാതെ അകം ചതക്കാൻ അറിയാം. ഇവൻ ചെയ്തിട്ടുണ്ടല്ലേ. അച്ഛൻ പ്രായമായി വീടിനകത്തിരിക്കുന്ന വെച്ചാ വീടിനകത്താ പ്രായമായി ഇരിക്കുന്നത്. അല്ല അച്ഛനെ പോലെ അമ്പലപ്പറമ്പിൽ പോയി ഇങ്ങനെ തുള്ളി നടക്കുകയല്ല. മക്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ. മക്കൾക്ക് ബുദ്ധിമുട്ടല്ലേടാ? പിന്നെ അല്ലേലും അങ്ങനാടാ. പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉള്ള മക്കളുമാർക്ക് എല്ലാം അങ്ങ് ബുദ്ധിമുട്ടാ ഒരു പരിധി കഴിഞ്ഞാ പിന്നെ. പക്ഷെ മക്കൾ മനസ്സിലാക്കേണ്ടതേ 19 വർഷം ഉത്സവപ്പറമ്പിൽ പാട്ട് കേട്ട് കിടന്ന് തുള്ളിയ ബോഡിയല്ലേടാ. പാട്ട് കേട്ടാ തുള്ളിപ്പോകും. പിടിച്ചെടുത്തങ്ങ് നിൽക്കുകയല്ലടാ. അല്ലെങ്കിൽ തന്നെ രജിസാന്ദ്രയാണോ ഇങ്ങനെ താളബോധമില്ലാതെ കിടന്ന് തുള്ളാൻ? അതുകൊണ്ട് തുള്ളിപ്പോണേ മക്കളെ. അറിയാതെ സംഭവിച്ചു പോകുന്ന മക്കളെ. ഒന്ന് വിടാൻ പറയടാ. എന്ത് കാട്ടുപടി കാണിക്കുന്നതൊക്കെ ഞാൻ വിടത്തില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി ഞാൻ വിടത്തില്ല. നിന്റെ അഭിപ്രായം നീ പറയുന്നതനുസരിച്ച്. ശരി ഒന്ന് സംസാരിക്കാൻ പ്രായമായ ആളല്ലേ. ഈ ഒരു തവണ മാത്രം അങ്ങ് വിട്ടേര്. അത്രേ ഉള്ളൂ. അച്ഛാ ഇത് തോൽവിയാണ്. ഒരു മകനെ അച്ഛൻ തോൽപ്പിക്കുകയാണ്. സമ്മതിച്ച് അച്ഛനെ ഞാൻ വിടാം. ഉറപ്പായിട്ടും ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ ഇവനും കൂടെ വരും. എന്തോ കാര്യത്തിന് അവിടെ ഗാനമേള നടക്കുമ്പം അച്ഛന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാനും ഇവനും ഇങ്ങനെ നിൽക്കും. അച്ഛൻ തുള്ളാൻ ഞാൻ സമ്മതിക്കാം. 4 പേരാക്കണം. നിന്റെ കൂട്ടുകാർ പോലീസുകാരൻ വിളി. തുള്ളുന്നില്ല, പ്രശ്നമില്ലല്ലോ. ഇതിൽ ആദ്യത്തെ ഉത്സവല്ലേ? ഒന്ന് കാണാൻ ഒരു 2 പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരാന്ന്. വാക്ക് തെറ്റിക്കരുത്. അവിടെ പോയി എന്റെ പെറ്റ തള്ളയാണ് ഞാൻ. തുള്ളത്തില്ല ഞാൻ. സത്യമായിട്ട് ഉറപ്പാണേ. ഓക്കെ നമ്മൾ തുള്ളുന്നില്ല. ഒരു പ്രത്യേക അറിയിപ്പ്. കളക്ടറുടെ മൈൻഡ് സാങ്ഷനുള്ള ഓർഡർ അനുസരിച്ച് അടുത്ത ഒരു പാട്ടോടുകൂടി കൃത്യം 10 മണിക്ക് തന്നെ ഗാനമേള അവസാനിക്കുന്നതാണ്. ചിരിക്ക് സന്തോഷമായോടാ രണ്ടുപേരോട്. ഇടിക്കുന്ന എന്തോടാ രണ്ടുപേരും സന്തോഷമായ? ഈ മൈസാന്റെ ഈ അനുമതി കാരണം എത്രയോ പാവപ്പെട്ട കലാകാരന്മാരാ ബുദ്ധിമുട്ടുന്നെന്ന് അറിയാവടാ. എടാ മിമിക്രിക്കാർ, നാടകക്കാർ, ബാലെ കലാകാരന്മാർ, അങ്ങനെ കോട്ട ലക്ഷങ്ങൾ വില കൊടുത്ത് സൗണ്ട് സിസ്റ്റം മേടിച്ചു വെച്ചിരിക്കുന്ന സൗണ്ടിന്റെ ഓപ്പറേറ്റർമാർ, അവന്റെ മുതലാളിമാർ. എടാ ചെറിയ വെച്ചുണ്ണി കച്ചവടം നടത്തുന്ന ഈ ഉത്സവപ്പറമ്പിലെ പാവപ്പെട്ട കച്ചവടക്കാർ, അങ്ങനെ ഒരുപാട് പേര് ഈ മൈസാറ്റം കാരണം ബുദ്ധിമുട്ടുന്നുണ്ടാ. ഇതാരോട് പറയാൻ, എത്ര നാൾ കൊണ്ട് പറയാൻ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു മൈസാറ്റം കാരണം ഈ കലാകാരന്മാർ ഇത്രയും പേര് മാത്രമല്ലടാ ബുദ്ധിമുട്ടുന്നത്. ഉത്സവപ്പറമ്പി തന്തമാരെ തുള്ളാൻ വിടാത്ത മക്കളുള്ള ഈ തന്തമാര് കൂടാണ്. പിന്നെ ക്ലൈമാക്സ് ആണ്. പിന്നെ എന്താ വേണം? ഇടാ ശ്യാം, രാജേഷ്, വിഷ്ണു നല്ല തീപ്പൊരി ആയിട്ട് വരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 കളിച്ചൊരു സ്കിറ്റാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു സ്കിറ്റ് ബേസിൽ ഇതുവരെ ആരും തൊടാത്തൊരു സബ്ജക്റ്റാണ് അല്ലേ? കാര്യം ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ, ഈ ഒരു ഐഡിയക്ക് ഞാൻ നല്ലൊരു കൈയടി തരികയാണ്. കാരണം നമ്മൾ ചിന്തിക്കാത്തൊരു സാധനമാണ്. രാജേഷിൻ്റെ കളി ഉഗ്രം കളിയാണ്. രാജേഷ് വളരെ സീരിയസ് ആയിട്ട് നിന്ന് ഒരു മകൻ്റെ എങ്ങനെയാണ് അച്ഛനെ കൺട്രോൾ ചെയ്യേണ്ടത്. വിഷ്ണു അല്ല, നിങ്ങൾ രണ്ടുപേരുടെ വന്ന് കോമ്പിനേഷൻ അടിപൊളിയായിട്ട് തുടങ്ങി അങ്ങോട്ട് വെച്ചൊരു സാധനം. പിന്നീട് ശ്യാമിൻ്റെ എൻട്രി തൊട്ട് എൻ്റെ പൊന്നു ശ്യാമൻ നിങ്ങളൊരു അസാധ്യ പെർഫോമാണ്. മൾട്ടി കളർ തന്ത എന്ന് പറയുന്ന ഒരു വിളി ഞാൻ തിരിച്ചു പോയി. കാര്യം ഇത്രയും കളറൊക്കെ ഇട്ട് എൻ്റെ മൾട്ടി കളർ തന്ത എന്ന് പറയുന്നൊരു സാധനം. അതിനുശേഷം ഞാൻ ഞെട്ടിപ്പോയത്
ഈ രാജേഷ് പറയുന്നുണ്ട് എൻ്റെ അപ്പനെ കൂടെ തോറ്റു എന്ന് പറഞ്ഞ ശേഷം ശ്യാം എന്ന സെൻറ്റി വർക്ക് ചെയ്യില്ല. ഈ സെൻറ്റിക്ക് ഇത്രയും കൈഡി മേടിക്കാന്ന് പറഞ്ഞാൽ ശ്യാമ നിങ്ങളൊരു അസാധ്യ പെർഫോമർ ആയതുകൊണ്ട് മാത്രമാണ്. കാര്യം ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, സീരിയസ് ആയിട്ട് മാറ്റി നിർത്തി രാജേഷിനടുത്ത് പറഞ്ഞിട്ട് എനിക്ക് തെറ്റുപറ്റിയടാ, ആ കോട എടുക്കാതെ ഞാൻ ആ ഗാനമേളയ്ക്ക് വളരെ എനിക്ക് പോയാൽ മതിയായിരുന്നടാ എന്ന് പറഞ്ഞു. ആ ഒരു സാധനം. പിന്നെ ആ സെൻറ്റ് തന്നെ വേറൊരു സ്ഥലത്ത് അത് പോസ്റ്റ് ചെയ്തു, അതിന് കൈയ്യടി കിട്ടുന്നു. അപ്പം എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് ഒക്കെ മാറാതെ ഇത്രയും കളിച്ച് കയ്യടി മേടിക്കണമെങ്കിൽ നിങ്ങൾ 3 പേരും അസാധ്യമായിട്ട് ഇതിന് പണിയെടുത്തിട്ടുണ്ട്. 3 പേർക്കും പറയാം ക്ലൈമാക്സിന് ബിഗ് സല്യൂട്ട് വരിക, ബിഗ് സല്യൂട്ടാണ്. കാര്യം എല്ലാ കലാകാരന്മാരുടെ വേദനകളാണ്. ഈ ഒരു 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ലാതാക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഒരുപാട് പേർക്ക് അവസരങ്ങൾ ഇല്ലാതായി. ഈ ഷോകളുടെ എണ്ണം കുറഞ്ഞു, ഒരുപാട് പേരെ അത് ബാധിച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് നമുക്കത് കൊടുക്കുക എന്ന് പറയുന്നത് ഉഗ്രൻ കണ്ടത്തിലാണ്. ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു വേദനയോടുകൂടി ആ ക്ലൈമാക്സ് തീർക്കുക എന്നുള്ളത്. ഇപ്പോഴും ഞാൻ അതിശയിച്ചിരിക്കുന്ന ഈ ഒരു ഐഡിയക്ക് ഞാൻ കൈയ്യിൽ കൊടുക്കുക. ഇതുവരെ സ്കിറ്റ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടിട്ടില്ല. അടിപൊളി. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പോൾ ചേട്ടാ ഗംഭീരമായൊരു സ്കിറ്റ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ട്രെൻഡാണ്, ഏത് പ്രോഗ്രാമിന് പോയാലും തുള്ളാനായിട്ട് കുറേ പേര് റെഡിയായിട്ട് നിൽക്കുന്നത്. പണ്ട് ഈ ട്രെൻഡ് ഇല്ല, വളരെ ചുരുക്കം പേര്. ഒരു വലിയൊരു പ്രോഗ്രാമിന് പോയാൽ ബാക്കിൽ തുള്ളാൻ ഒരു 10-15 പേരുണ്ടാവും. അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു വിജയം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ജനങ്ങൾ മൊത്തം അങ്ങ് തുള്ളുകയാണ്. അത് ആബാലവൃദ്ധം ജനങ്ങളും മുതിർന്നവർ പ്രായമായവർ എല്ലാവരും അതൊരു ട്രെൻഡായി അങ്ങ് മാറിയിരിക്കുകയാണ്. പക്ഷെ അതിലുള്ള ഒരു വ്യക്തിയെ എടുത്ത് ക്യാരക്ടറായിട്ട് മാറ്റിയിട്ട് അത് വെച്ചൊരു സ്കിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രില്യൻസ്. ഞാൻ ഇതുവരെ ഇവിടെയുള്ള സ്കിറ്റുകളിൽ ഇങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഫീൽ ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ എന്നാൽ അവസാനം കോമഡിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ കാര്യം എല്ലാ കലാകാരന്മാരുടെ ഒരു ദുഃഖമാണ്. ആ ദുഃഖം നിങ്ങൾ എടുത്ത് കാണിച്ചു എന്നുള്ളതാണ്. 10 മണിക്ക് ശേഷം വെറുതെ കലാകാരന്മാർ മാത്രമല്ല, എന്തോരം കച്ചവടക്കാർ, എത്ര പേരുടെ അരിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അരി വാങ്ങാനുള്ള കാശ് അതെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ആ ഒരു നിയമം പിൻവലിക്കാത്തതുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് നടപടികളും ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാനും മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ബിഗ് സല്യൂട്ട് പറയാനുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി കേസിന് വേണ്ടി ഞാൻ അഡ്വക്കേറ്റിനെ ആരും അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അഡ്വക്കേറ്റിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അതിനകത്തൊരു 10-52 പേര് കക്ഷി ചേർന്നൊരു കേസാണ്. ആ കേസിൻ്റെ പുറകെ വരെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഞാൻ ആത്മാർത്ഥയോടെ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജനങ്ങളുടെ മുമ്പിൽ. ബാക്കി കാര്യങ്ങൾ ബിജുക്കുട്ടൻ പറയും. ഓൾ ദ ബെസ്റ്റ് കേട്ടാ ബിജുക്കുട്ടൻ. ശ്യാമേ, രാജേഷ്, വിഷ്ണു ഗംഭീരമായിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു. കാരണം കോസ്റ്റ്യൂമിൽ കളർഫുള്ള് ഈ ശ്യാമാണെങ്കിലും 3 പേരും കൂടി ഗംഭീര കളർഫുള്ളായി കളഞ്ഞിട്ട് ഗംഭീരമായി കളഞ്ഞ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും. രാജേഷ് നിങ്ങൾ പൊളിച്ചട്ടാ. കാരണം ശ്യാമിന് ഇങ്ങനെ ഒരു സാധ്യതയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേണം. അത് എനിക്ക് തോന്നുന്നു 100-ൽ 150 രാജേഷ് കളിച്ചെന്നുകൊണ്ടാണ്. കാരണം രാജേഷാണ് മോൻ. ഇത് വിഷ്ണു എന്ന് പറയുമ്പോൾ അമ്മാവൻ്റെ അല്ല, ഇത് അമ്മാവനാണ്, മരുമകനാണ്. അപ്പോൾ ഫ്രീഡം കൂടുതൽ ശരിക്കും മോനാണ്. ആ മോൻ എങ്ങനെയൊക്കെ ഒരു അച്ഛനെ നിലക്ക് നിർത്തുന്ന മോൻ, അത് രാജേഷെ നിങ്ങൾ പൊളിച്ചടിക്കേട്ടാ. കാരണം അതിനകത്ത് വേണമെങ്കിൽ തെറ്റ് പറ്റാം, പക്ഷേ ഒരു തെറ്റ്, കാരണം അത് തമാശ അല്ല പറഞ്ഞാണ്. ചില കോമഡി നടന്മാർ ചില സമയത്ത് ചങ്കത്തടിക്കുന്ന ഡയലോഗ് പറയും, നമുക്ക് പറ്റൂല, താങ്ങാൻ പറ്റൂല. അല്ലേ, ശരിയല്ലേ? അത് സിനിമയിലായാലും സീരിയലായാലും നാടകത്തിലായാലും കുറേ കോമഡി കളിച്ച് കഴിയുമ്പേ ഒരു 2 ഡയലോഗ് പൊട്ടിക്കും. ആ നമ്മുടെ ഉള്ളം ചങ്ക് പൊടിഞ്ഞു പോവും. നമ്മ ആ ചങ്ക് പൊടിയാൻ വേണ്ടിയാണ് നിന്നത്. പക്ഷേ ഈ മനുഷ്യൻ നിങ്ങളത് എന്താണ് കാണിച്ചത്? ഒരു രക്ഷയില്ല, അത് ഭയങ്കരമായി പോയി. അങ്ങനെ കളിക്കണമെങ്കിൽ കൂടെ നിൽക്കുന്നവന്മാര് സ്ട്രോങ് ആയിരിക്കണം. അത് 2 പേരും നല്ല കിടുക്കനായിട്ട് കളിച്ചിട്ടാ. അതാണ് ശരിക്കും എൻ്റെ ത്രില്ലെന്ന് പറയുന്നത്. മക്കളെ ബ്രില്യൻറ്റ്, വേറെ ഒന്നും പറയാനില്ലട്ടാ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി മാർക്കിലേക്ക് കൊടുക്കാം. ബിജുക്കുട്ടാ, ഞാനൊരു 15,000 രൂപ വരും. പ്രസാദാ, ഞാനും ഒരു 15 തന്നെ തരുന്നു. അപ്പോൾ ബാക്കി 30,000 രൂപയായി. അതെ, ഇനിയിപ്പോൾ ബാക്കി ഞാനായിട്ട് അങ്ങ് തന്നേക്കാം. എന്താ പിടിച്ചു. വിഷ്ണു ഭയങ്കര ഇമോഷണലാണ്. കാര്യം വിഷ്ണുവിന് അറിയാൻ പറ്റും ഒരു സാധനം കളിച്ച് കയറി വന്ന് ലാസ്റ്റിലേക്ക് വരുമ്പം നമ്മൾ പെട്ടെന്ന് കാണുന്ന വിഷ്ണുവിൻ്റെ ഒരു സങ്കടമാണ്. കാര്യം ഒരു എന്താ പറയുന്നത്, ഇവരുടെ കൂടെ കളിച്ച് അത് കൂടെ നിൽക്കുന്ന ഒരു സന്തോഷം നിനക്കുണ്ടല്ലേ? പറ വിഷ്ണു തന്നെ തുടങ്ങി. ചേട്ടാ, എനിക്ക് സന്തോഷം ആദ്യം തന്നെ അർജുൻ സാറിനൊരു നന്ദി പറയുന്നുണ്ട്.
കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടുപേരാണ് രാജേഷേട്ടനും ശ്യാം ചേട്ടനും. അവരുടെ ഒരു സ്കിറ്റ് എനിക്ക് തന്നതിൽ സാറിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ദൈവത്തോടും ഞാൻ നന്ദി പറയുന്നു. ചേട്ടാ, എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പറഞ്ഞൊരു അവസ്ഥയായത്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്ന് സ്കിറ്റ് താന്നു പോയതേ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ശ്യാമേട്ടനപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജീവനോടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു പേര് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ആ എനിക്ക് സഹായിച്ചു തന്നപ്പോൾ ശ്യാമേട്ടനോടും രാജേഷേട്ടനോടും പ്രേക്ഷകരോടും ജഡ്ജസിനോടും എല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടും കൂടി. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്കിറ്റുകൾ വിട്ടുപോയി, എൻ്റെ കാരണങ്ങൾ കൊണ്ട് സ്കിറ്റ് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അല്ല, വിഷ്ണുവിന്റെ കാരണം കൊണ്ടല്ല, മൊത്തത്തിൽ ഒരു ഡൗൺ വരുമ്പോ അങ്ങനെ ആയി പോണതാണ്. അല്ലാതെ ഒരു പേഴ്സണലായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് എൻ്റെ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ വരാതെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സ്കിറ്റിൽ നികത്തണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ദൈവവും സാറും കൂടെ സഹായിച്ചെന്ന് ഒരുപാട് നന്ദി ചേട്ടാ. സന്തോഷമാണ്. വിഷ്ണു, എല്ലാവരും ഹാപ്പിയാണ്? വീട്ടിലൊക്കെ എന്ത് പറയുന്നത്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ആ, വീട്ടിൽ ഹാപ്പിയാ. അപ്പം ഈയിടെ ഒരു സംഭവം ഉണ്ടായിട്ടാ, ഞാനും അമലും നമ്മുടെ ഐറ്റം എല്ലാം കുറച്ച് ആളുകളെ ഞങ്ങളുടെ ഒരു സ്റ്റേജ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള, അതായത് പാണ്ഡവ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു പരിപാടി അരങ്ങേറ്റം ഞങ്ങൾ നടത്തി. അതും ഈ ഫ്ലോർ കാരണം സംഭവിച്ചാണ്. അപ്പൊ അതിന് ഒരുപാട് സന്തോഷം. അത് നമ്മളോട് ഇത് പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി എന്താണെന്നറിയാം, അവനത് പറഞ്ഞപ്പോഴേ അവിടുന്ന് അങ്ങനെ എമൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പൈസ ഇല്ല. അപ്പൊ ആദ്യമായിട്ടുള്ള ഇതായിരുന്നുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു പേയ്മെന്റ് വന്നു, ഷെഡ്യൂളിന്റെ എന്തോ. ആ പേയ്മെന്റ് ഈ ചെന്ന ആർട്ടിസ്റ്റേക്ക് അത്രയും കൊടുത്തിട്ട് അവൻ ആ സ്പോൺസർ ചെയ്ത് ആ പരിപാടിയാണ്. അയ്യോ, ഒരുപാട് സന്തോഷം. കാരണം നമുക്കിങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ പണിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെല്ലാവരും ഓരോ ജീവിത ചുറ്റുപാടിൽ അല്ലെങ്കിൽ അത്രത്തോളം പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരൊക്കെ ഈ അങ്ങനത്തെ ഉള്ള കുറെ പേരുണ്ടല്ലോ. നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷം. നമ്മളാ കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ഫലം ദൈവം തരുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇമോഷണൽ ആവുന്നത് കേട്ടോ. നിങ്ങൾ കരുതാ നമ്മള് അങ്ങനെയുള്ള പ്രശ്നത്തിലൊക്കെ നിൽക്കുന്നോണ്ടേ. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാലേ, നമ്മൾ ഈ ക്ലൈമാക്സ് ഉൾപ്പെടുത്തിയത് പോലും അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പോലും അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഈ മീഡിയയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് സ്റ്റേജ് പരിപാടി കുറവാണെങ്കിലും ഇതുകൊണ്ടൊക്കെ ബാലൻസ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ സ്റ്റേജ് പരിപാടി മാത്രമായിട്ട് ജീവിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. വളരെ സാധാരണപ്പെട്ട കുറേ കലാകാരന്മാർ സ്റ്റേജ് പരിപാടി മാത്രമുള്ളവർ. അവരെയൊക്കെ വയറ്റത്തടിച്ച് അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പ് മുട്ടിച്ചുകൊണ്ടുള്ള തീരുമാനമാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും അതിനുള്ളൊരു ഒരു മൈക്ക് സാങ്ഷൻ അതൊന്നും എടുത്ത് മാറ്റും, അന്ന് പിൻവലിച്ച് ദൈവം സഹകരിക്കണം. അത് ബാൻ ചെയ്തവർ തന്നെ അത് തിരിച്ചത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അത് നമ്മൾ ആരെയും കലാകാരന്മാരല്ലേ, നമ്മൾ ശുദ്ധഗതിക്കാർ, ആരെയും ദ്രോഹിക്കാൻ ഒന്നുമല്ല. നമ്മൾ അതുകൊണ്ട് ദ്രോഹങ്ങളൊന്നുമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അതെ അതെ, സത്യം. കാരണം അവർ ഒരു പരിപാടി ബുക്ക് ചെയ്യുമ്പോൾ ഒരു ചാരിറ്റിയും കൂടെ അവർ ചെയ്യുന്നത്. എത്രയോ കലാകാരന്മാർ, അവരുടെ കുടുംബങ്ങൾ, വയ്യാത്ത മരുന്ന് മേടിക്കുന്ന അമ്മമാര്, കുഞ്ഞുങ്ങൾ. പ്രസാദം പറഞ്ഞിട്ട് എത്രയോ ജീവനക്കാരുണ്ട്. നമ്മളിപ്പോ അമ്പലത്തിലും പള്ളിയിലൊക്കെ എത്രയോ ആളുകളല്ലേ, എത്രയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന എന്തോരം ബിസിനസ് വലിയ ബിസിനസ് അല്ല, അന്ന് ജീവിക്കുന്നവരാണ് അവരൊക്കെ. കലാകാരന്മാരെ മാത്രമല്ല, ബലൂൺ കച്ചവടക്കാർ വരെ അവരെ അഫക്ട് ചെയ്യുന്നില്ലേ? അത് എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാന്നുള്ളതിൽ പ്രചോദ് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അന്നത്തെ സമയത്ത് പറഞ്ഞു. പിന്നെ പ്രസാദേട്ടനൊക്കെ അത് സംസാരിച്ചത് അദ്ദേഹത്തോട് അവര് വിചാരിച്ച തീരുന്ന പ്രശ്നമല്ല. പറഞ്ഞുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞെന്നുള്ള ഒരു കോർട്ട് ഓർഡറാ. അപ്പൊ ഇവര് പറഞ്ഞ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോർട്ട് ഓർഡർ മാറ്റാൻ പറ്റില്ല. നമുക്ക് അപേക്ഷിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും കേസ് പറയണം. കേസ് അതിനുവേണ്ടി മുൻകൈ എടുത്ത് കേസ് പറഞ്ഞ് ഒരു 10-52 കക്ഷികളുണ്ട് അതിനകത്ത്. അവരെല്ലാരെയും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് ക്ലിയർ ആവുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, രാജേഷേ രാജേഷിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അല്ല, ഒരുപാട് സന്തോഷം. എപ്പോഴും കണ്ടന്റ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ അതിനൊരു ദൈവഭാഗ്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം ഒരു അപ്പൂപ്പൻ ഡാൻസ് ചെയ്യുന്ന കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്യാമേ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ശ്യാമൻ അണ്ണ ഇത് ഇങ്ങനെ ഐഡിയ ചെയ്യാം, നമുക്ക് ഇങ്ങനെ പോകാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അതിന്റെ ഏറ്റവും ഇപ്പൊ ശ്യാമ പറഞ്ഞോട്ട് അതിന്റെ ക്ലൈമാക്സിൽ അതിലും വലിയൊരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന നമുക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10 മണി എന്ന് പറയുന്നത് ജീവിക്കാൻ പറ്റുന്നില്ല, മറ്റു ജോലികളൊന്നും ഇല്ല, നമ്മളൊന്നും പഠിച്ചിട്ടില്ല മറ്റൊന്നും. അപ്പോൾ ഈ 10 മണി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇതൊക്കെ കേട്ടിട്ട് അതെങ്കിലും ഒന്ന് പിൻവലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് ശ്യാമ, 80 വയസ്സുള്ള അപ്പൂപ്പൻ്റെ റീല് കണ്ട് 80,000 രൂപ മേടിച്ച ടീമാണ് നിങ്ങൾ.
അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഒരു താങ്ക്സ് കൂടെ പറയാം. ഞങ്ങൾക്ക് ഇതില് അച്ഛന്റെ വോയിസും പിന്നെ പ്രഭാകരൻ ചേട്ടന്റെ വോയിസും തന്ന ഞങ്ങളെ ബിജു പുഴയുടെ ഇതിന്ന് 5 പൈസ കൊടുക്കത്തില്ല. കൊടുക്കുന്ന അല്ല അങ്ങനെ ഒരു ചാൻസ് കൊടുത്താൽ ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. പ്രസാദാ ബിജുക്കുട്ടാ, നമുക്ക് അടുത്ത സ്കിറ്റിലേക്ക് കടന്നാലോ? അടുത്ത ആരൊക്കെയാ? ചിരിയുടെ മാലപ്പടക്കുമായി വരുന്നു. ഞാൻ ഒരാളുടെ പേര് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾ പറയും. സെൽവൻ, ശ്യാം, മനു കുമ്പാരി. അടിപൊളി. ഇന്ന് എന്റെ മുറപ്പെണ്ണിന്റെ കല്യാണമാണ്. അറിയാമോ? അഞ്ജന. അവൾ യഥാർത്ഥത്തിൽ അഞ്ജനയല്ല, വഞ്ചനയാണ്. ആ വഞ്ചനയാണ് എന്നോട് കാണിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറയല്ലോ, ഞാനും അവളോട്ട് സ്നേഹത്തിലായിരുന്നു. അവൾ ഒരു പൂക്കി ചെറുക്കനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ ഉപേക്ഷിച്ചിട്ട് അവനെ കല്യാണം കഴിക്കാനായിട്ട് പോയിരിക്കുവാണ്. പക്ഷേ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇവളുടെ കല്യാണം ഇന്ന് ഈ പന്തലിൽ നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പടക്കം ഉണ്ടല്ലോ കഴുത്തിലിട്ട് ഇവിടെ നിന്ന് കത്തിച്ച് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കും. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലേലും അങ്ങനെ വെറും കൈയോടുകൂടി ചാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതെന്താണെന്ന് അറിയാവാ? ഈ സംഭവം ഞാൻ ഇവിടെയുള്ള ഭക്ഷണത്തിനകത്ത് കലക്കും. പിന്നെ ഇവിടെ കല്യാണത്തിന് വന്ന ആൾക്കാർ മൊത്തം ബാത്റൂമിന്റെ വാതിക്ക ക്യൂ നിൽക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. നമസ്കാരം, നമസ്കാരം. ഇത് ആരൊക്കെയാ? ഇടത്തുനിന്ന് രാജമ്മയും വിജയമ്മയും ഒക്കെ എത്തിയല്ലോ. അല്ല, ഞാനേ നിങ്ങളെ വീട്ടിൽ മാത്രമല്ലേ ഞാൻ കല്യാണം പറഞ്ഞോളൂ. പഞ്ചായത്ത് മൊത്തത്തോടെ വന്നാ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോളെ കല്യാണം ഞാൻ ഇടത്തോ പഞ്ചായത്ത് വെച്ച് നടത്തേനെ. അത് നിങ്ങൾ ഉറപ്പായിട്ട് നടത്തും. അത്രയ്ക്ക് എരപ്പയാണ് നിങ്ങൾ. പറഞ്ഞ പിന്നല്ലാതെ എടാ, ഇതെന്തോന്നാ കാണിച്ചു വെച്ചേക്കുന്ന? എടാ, പെണ്ണ് താലി കെട്ടുമ്പോ പൊട്ടിക്കുള്ള പടപ്പെടുത്ത കഴുത്തി വെച്ചിരിക്കുന്ന. ഇത് താലി കെട്ടുമ്പോ പൊട്ടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ എന്റെ കഴുത്ത് ഇട്ടോണ്ടിരിക്കുന്നത്. താലി കെട്ടുന്നു, ഞാൻ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നു. ചെയ്യും ഞാൻ. ശരിയാ, ഞാൻ ഒരു പാഴ്മരം തിരക്കൊണ്ട് നടക്കുവായിരുന്നു ഇത് പൊട്ടിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഒരു പാഴ്മരം തരി കിട്ടി. അത് ശരി. അപ്പൊ ഞാൻ പാഴ്മരമായില്ലേ? ഞാൻ പാഴ്മരം, നിങ്ങളൊരു അച്ഛനാണ്. ഇടത്തുനിന്ന് ആൾക്കാർ വന്ന് നിൽക്കുന്നു. എന്റെ മോള ഞാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പ അവിടെ സർട്ടിഫിക്കറ്റിൽ എന്റെ പേര് എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. അത് മാത്രമല്ല, കല്യാണ ലെറ്ററിൽ എന്റെ പേരുണ്ട്, ഒപ്പുണ്ട്. ആവശ്യമില്ല പറഞ്ഞുണ്ടാക്കരുത് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ മോളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് കെട്ടിച്ചേനെ. എടാ, എനിക്ക് എന്റെ മോളോട് സ്നേഹം കൂടുതലുണ്ടാണ് നിന്നെ കൊണ്ട് കെട്ടിക്കാത്തത്. കെട്ടിക്കാത്തത് എനിക്ക് എന്തോ കുറവാ ഉള്ളത്. നിനക്ക് രാവിലെ ഒരു വൈകുന്നേരം കുടിച്ചും പെടുത്ത് നടക്കുന്നത്. നിന്നെ പെണ്ണിന് എങ്ങനെയാണ് കടിച്ചു തരുന്നത്? ഞാൻ കുടിച്ചും പെടുത്തും നടക്കുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. ഇവിടെ വാറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്റെ ഉച്ചിയിൽ കാലം വെച്ച് വാറ്റി പൈപ്പ് വെച്ച് കുടിച്ചോണ്ട് നടന്നവനാണ് ഞാൻ. കണ്ടുപിടിച്ചവൻ പറയണ ഇത് മാജിക് എന്ന്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാമൻ അത്രയ്ക്ക് നല്ല ആളാണെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കത് കുഴപ്പം. കൊറോണ സമയം വൈട്രമാണെന്ന് പറഞ്ഞിട്ട് വിനാഗിരി എടുത്ത് കുടിച്ച് ആശുപത്രിയിൽ വയറ് കഴുകി കിടന്നപ്പ ഞാനേ ഉള്ളായിരുന്നു വന്ന് കൂട്ടിരിക്കാനായിട്ട്. ഓർക്കണം, അത് ഓർക്കണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇത് പടക്കം പൊട്ടിച്ച് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. പടക്കം പൊട്ടിച്ച് ആത്മഹത്യ ചെയ്യും. നീ എന്ത് വേണ ചെയ്. എന്റെ മോളെ കല്യാണമായിട്ട് എനിക്ക് 2 പെഗ് പോലും അടിക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്ന് ഭ്രാന്തെടുക്കുന്നു. സന്തോഷം വേണ്ടേ? സന്തോഷം. പെഗ്ഗാ? അത് ഏത് സാധനമാണ്? അത് മിലിറ്ററി. ചുമ്മാ മിലിറ്ററി ഒന്നും അല്ല. ഓടാ, കേശവൻ പട്ടാളത്തിന് മേടിച്ചെന്ന് തോന്നുന്നു. എന്നാ പിന്നെ പൊട്ടിത്തെറിച്ച് ചാകാം. ഒരെണ്ണം എനിക്ക് കൂടെ ഒഴിച്ചു. ഒരെണ്ണം എനിക്ക് കൂടെ ഒഴിച്ചു. കുഴപ്പമില്ല. കാരണവന്മാർക്ക് കൊടുക്കണ്ടേടാ. കാരണവന്മാർ ഇന്നേ വരെ എനിക്കൊരു പെഗ് മേടിച്ചു തന്നിട്ടില്ല. ഇല്ല, ഞാനെന്തിനാണ് ഇത് കാരണവന്മാർക്ക് കൊടുക്കുന്നത്? എനിക്ക് ആകെ പെഗ് തന്നിട്ടുള്ളത് മാമനാണ്. മാമൻ ചത്ത് കഴിയാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഞാൻ ഇട്ട് തരാം, പേടിക്കട്ടെ. ഒരു മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം. ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? ആഡിറ്റോറിയത്തിൽ ഒരു പ്രാവശ്യം ഒന്നാമത്തെ പന്തി കയറിയിരുന്ന് കഴിച്ചു, 2ാമത്തെ പന്തി കയറിയിരുന്ന് കഴിച്ചു, 3ാമത്തെ പന്തിയിലിരുന്ന് കഴിച്ചേച്ച് പാഴ്സലും പൊഞ്ഞെടുത്തിട്ട് പപ്പടം പൊടിച്ച് പോക്കറ്റിട്ടാൽ ചോദിക്കണ്ടേ? അല്ലേ മാഷേ? ചോദിക്കണ്ടേ? അയ്യേ മാഷേ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ല ഈ ആട്ടോറിയത്തിൽ കല്യാണം. മാഷേ, ആഹാരത്തിന്റെ കാര്യം ബഹളം. ഒരു മര്യാദ വേണം. ഒരു മര്യാദ വേണം. ഒരു മനുഷ്യൻ കഴിക്കുന്നതിന് ഒരു മര്യാദ വേണം. സോൾവ് ചെയ്യാം, നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കല്യാണത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കണോ? വിഷയം ഉണ്ടാക്കണ്ട. മാഷേ, അയ്യോ ശോഭ അറിയാതെ ഞാൻ ഇന്നുവരെ. ശോഭ ആരാ? ഭാര്യ. ഭാര്യ അറിയില്ലെന്ന് ഇവിടെ ആരും വരില്ല. ഇവരെല്ലാം കല്യാണത്തിനല്ലേ? ആണല്ലേ? ഞാൻ തന്നെ എന്റെ ഭാര്യ അറിയാതെ വന്ന് കഴിക്കണത്. എന്നാലും ശോഭ അറിയാതെ ഒരു ശോഭ അറിയില്ല. അല്ലെന്നെ ഒരു മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം. ഞാനേ ഒരു വിട്, പോട്ടെ, അത് വിഷയം വിട്. അല്ല, പപ്പടം പൊടിച്ചു പോലെ മാഷേ, അത് വിട്, അത് അവിടെ വിട്. മനസ്സിലായില്ല? എനിക്ക് എങ്ങോട്ട് മനസ്സിലായില്ല.
ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം, മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം വേണം. 3 പ്രാവശ്യം പന്തിൽ നിന്ന് കഴിച്ചിട്ട് പപ്പടം പൊടിച്ച് പോക്കറ്റ് ഇടുക എന്ന് വെച്ചാൽ അതെന്തൊരു മോശം പരിപാടി. അത്രയ്ക്ക് ആരാ തീറ്റിപ്രാന്തന്മാർ? ആരാ ഇവിടെ ഉള്ളത്? അല്ല അത് വിട്, ആരാ മനസ്സിലായില്ല? ആരാ? ഇപ്പൊ രണ്ടുപേർക്കും എന്നെ മനസ്സിലായില്ല. ഇല്ല മനസ്സിലായില്ല, അതല്ലേ ചോദിച്ചത്. ഒരു പെഗ്ഗുടെ വഴി ശോഭ അറിയാതെ ശോഭയൊന്നും അറിയത്തില്ല, അങ്ങ് അടി. ആ അപ്പൊ ഇനി പറ ആരാന്ന്? ഇനി ആരായിരുന്നു? രണ്ടുപേർക്കും അപ്പൊ എന്നെ മനസ്സിലായില്ല. മനസ്സിലായില്ല. പണവും പത്രാസും കല്യാണമൊക്കെ ആയപ്പോ നമ്മളെ മറന്നു. മനസ്സിലായില്ല. അല്ല അങ്ങനെയല്ല അത്. അല്ല അങ്ങനെ ഇല്ല, ഞാൻ ഈ കാര്യം ചോദ്യം ചെയ്തതിന് വരില്ലേ എന്നെ അറിയില്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പൊക്കണം. അല്ല നമ്മളെ വിഷയമില്ല. അല്ല നന്ദി ടീച്ചറെ, LIC നമ്മള് LICക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തുപോലെ തന്നെ PTA മീറ്റിംഗ് ഞാൻ ഉണ്ടാവും അവിടെ. കഴിഞ്ഞ സത്യം പറ, എങ്ങനെ ഇവിടെ വന്നു? പോലീസിനെ വിളിച്ച് നല്ല ഇടി അടിപ്പിക്കും. പറ. വെളുപ്പാങ്കാലത്ത് RKV ബസിന്റെ സൈഡിൽ ഇരുന്ന് പോകുമായിരുന്നു. ഒരു ആർച്ചിന്റെ 2 സൈഡിൽ 2 കരിക്ക് കൊല ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നുണ്ട്. ഒരു സ്വാഗതം എന്നുള്ള ബോർഡും കണ്ടു വന്നു. മനസ്സിലായില്ല. ആരാ നീ? പറയടാ, നീ എവിടെ നിന്ന് വന്നടാ? പറയടാ, എവിടെ നിന്ന് വന്നു നീ? കള്ളച്ചോറുണ്ടാനായിട്ട് വന്നതായിരുന്നല്ലേ? ആരാ നീ? നിന്റെ സ്ഥലം എവിടെ? പറയടാ. പുനലൂർ. പുനലൂർ എവിടാ? പുനലൂർ എവിടാ? പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലത്ത് നവൻ. പുനലൂർ തൂക്കുപാലത്ത് നവൻ. പുനലൂർ തൂക്കുപാലത്ത് നവൻ. പുനലൂർ തൂക്കുപാലം പുള്ളിയാണ് പണിഞ്ഞ്. പിന്നെ ഇങ്ങനെയാണ് ചാടുന്നത്. എനിക്കറിഞ്ഞൂടാ. തൂക്കുപാലത്തിന്റെ എവിടെയാണ് താമസിക്കുന്നത്? തൂക്കുപാലത്തിന്റെ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴേ ഒരു ടാറ്റർ റോഡില്ലേ? ടാറ്റർ റോഡ് അവിടെ മെറ്റ് നിർത്തിയേക്കുന്ന വെട്ടിലിട്ടില്ലേ? വെട്ടിലിട്ടിട്ടുണ്ട്. താറിട്ടിട്ടില്ലേ? ഇട്ടില്ല. ഞാൻ അതിന്റെ പഞ്ചായത്ത് മെമ്പർ. അല്ല പിന്നെ അല്ല, ഇവിടെ റൈറ്റ് സൈഡിലെ വീട്. റൈറ്റ് സൈഡില് നാദസ്വര വിദ്വാൻ ഗോപി മാഷിന്റെ മൂത്ത മോനോ? അതെ, പണ്ട് തേങ്ങ വെള്ളം തരാത്തന്നെ ഒളിച്ചോടിയ സുജീന്ദ്രൻ. എന്റെ ഗോപി മാഷിന്റെ മോനാണ് നീ? അച്ഛനറിയോ? പിന്നെ നാദസ്വര വിദ്വാൻ ഗോപി മാഷ് എന്റെ മാഷിന്റെ മോനാണ് നീ? അബദ്ധം പറ്റിയതാ. അല്ല, അബദ്ധം പറ്റിയല്ല. അമ്മ 15 പവ അങ്ങോട്ടിട്ട് കെട്ടിയതല്ലേ? അബദ്ധമൊന്നും പറ്റിയതല്ല. അയ്യോ അതല്ല, പിന്നെ എനിക്ക് അബദ്ധം പറ്റിയതായിരുന്നു. ഞാനേ ആ ഭാഗത്ത് എല്ലാ വീട്ടിലും കല്യാണം പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ മാത്രം കയറിയില്ല. പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. വിളിച്ചില്ലെങ്കിലും നീ വന്നല്ല. അല്ല, വിളിച്ച കല്യാണത്തിന് ഞാൻ വരൂല. വിളിക്കാതെ വന്ന് തിന്നുന്ന രുചി വിളിച്ച കിട്ടൂല. അത് കിട്ടൂല. അത് വേറൊരു ടെൻഡൻസിയാണ് ആ സാധനം. അങ്ങനെ ഇങ്ങനെ ഒരു പമ്മി ഒരു കഴിപ്പാണ്. അത് കിട്ടൂല. ഇവിടെ ഏതാ കൊച്ചുങ്ങൾക്ക് പായസം കിട്ടാതെ കരയുവാന്ന് തോന്നുന്നു. അല്ല അത് അവിടുന്ന് എന്ത് പറ്റി? എന്ത് ബഹളം? എന്താ കരയുന്ന കാര്യം? എന്താ? ഇരിക്കുന്ന എന്റെ മാമന, ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന എന്റെ മുറപ്പെണ്ണാണ്. സത്യം പറഞ്ഞ അവിടെ ഞാനാണ് അവളുടെ കൂടെ ഇരിക്കേണ്ടത്. തണുക്കുന്ന ഇല്ല. പിന്നെ എന്ത് നീ അടുപ്പിന്റെ അടുത്ത് വന്നിരിക്കണം? അവിടെ ഇരുന്നൂടെ എനിക്ക്? അല്ലെന്ന്. പിന്നെ അവളിപ്പോ വേറൊരുത്തരെ കെട്ടാൻ പോയി. ഞാൻ മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസമാവുന്നില്ല. മുറ പറഞ്ഞു കൊടുക്കണം നീ. മുറ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. മുറച്ചെറുക്കനാണെങ്കിൽ ബന്ധം പറഞ്ഞു കാരണം അതാണ് ചെയ്യേണ്ടത്. അല്ല അത് സംഭവം എന്തോ അറിഞ്ഞൂടാ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നല്ലോ. നീ എന്തിനാ ഈ ഡ്രസ് എടുത്തിട്ടാ? വേറെ ഡ്രസ് ഒന്നും കിട്ടും. അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, അതായത് പെട്ടെന്ന് കല്യാണ ചെറുക്കം വരത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്കി കിടക്കുന്നു, അതുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വന്ന് ഏതെങ്കിലും പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നിട്ട് എന്റെ മോളിലെ കല്യാണം ഇരുന്ന് മുടങ്ങും, എനിക്ക് അറ്റാക്ക് വരുന്നു, അവളെ കല്യാണം കഴിക്കാൻ ഈ കൂട്ടത്തിൽ ആരും ഇല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു രക്ഷകന്റെ റോളിൽ ഞാൻ വന്നിട്ട് പറയും ഞാൻ തയ്യാറാണ്, ഞാൻ കെട്ടിക്കോളാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകണോ? ജയൻ സാർ മരിച്ചത് അറിഞ്ഞായിരുന്നു? മലയാള സിനിമ നടൻ ജയൻ സാർ മരിച്ചത് അറിഞ്ഞായിരുന്നു? മരിച്ചോ? പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ജപിച്ച് കെട്ടിക്കണം ചരടാണ്. പൊക്കോ അങ്ങോട്ട് പോ. നിങ്ങൾ മുറച്ചെറുക്കനാണെങ്കിൽ പെങ്കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തൂടെ? പറയത്തക്ക മുറയൊന്നുമില്ല, അകന്ന ബന്ധമാണെന്ന്. പുള്ളിക്ക് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കും. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപി മാഷിന്റെ അല്ല ഞാന് വേണ്ട, ശോഭ അറിയാതെ. ശോഭ കുടിയങ്ങാട്ട് ആണല്ലേ എന്നെ അടി എന്ത്? ജോൺസൺ മാഷിന്റെ ഇഞ്ചിക്കറി. ജോൺസൺ മാഷിന്റെ ഇഞ്ചിക്കറിയാ? ജോൺസൺ മാഷിന്റെ പാട്ടല്ലേ? അയ്യോ, ആ ജോൺസൺ മാഷല്ലേ? പിന്നെ ഇവിടെ പാചകത്തിന് വരുന്ന ജോൺസൺ. ഞാൻ മാഷ് എന്താണ് വിളിക്കുന്നത്? അടിപൊളിയായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കി നല്ല സൂപ്പർ ഇഞ്ചിക്കറി ഒന്ന് കഴിച്ചു നോക്കിയാൽ. ഇത് മാത്രമല്ല, സ്റ്റീവൻ ദേവസിന്റെ പച്ചടി ഉണ്ട്. സ്റ്റീവൻ ദേവസ്യ പച്ചടിയാ? ഫ്യൂഷൻ അല്ലേ സ്റ്റീവൻ ദേവസ്യ? അയ്യോ, ആ സ്റ്റീവൻ ദേവസ്യ അല്ലെന്ന്. നീ മാഷിന്റെ പാചകക്കാരന്റെ സഹായി ഉണ്ടല്ലേ, സ്റ്റീവനും ദേവസ്യയും കൂടെ അവരൊരു അച്ഛ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അത് കഴിക്കണം. അതെ, എനിക്കൊരു സംഭവം പറയാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പൂവമ്പഴം പോലെ ഒരു ചെറുക്കല്ല. നിങ്ങൾ അവിടെ ഈ മറ്റേ ഈ
ആരെങ്കിലും ഉണ്ടോ പാചകക്കാരൻ? പാചകക്കാരെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കൃഷ്ണൻകുട്ടി, പുള്ളിയുടെ പാചകമാണ് പാചകം. അതെ. പുള്ളിയുടെ പ്രഥമൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അതെ. ഈ പ്രഥമം വായിലേക്ക് വെച്ച പുള്ളിയുടെ മുഖം. ചേട്ടാ പേരെന്തുവായിരുന്നു? സുജീന്ദ്രൻ. സുജീന്ദ്രൻ ചേട്ടാ, ആ, ആ. ഞാൻ പൂവമ്പഴം പോലൊരു ചെറുക്കനല്ലേ? ഞാൻ പറഞ്ഞു, അതായത് കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതെ. കള്ളസദ്യ കറികളില്ലേ, അതെ, ഞാൻ പൂവമ്പഴം പോലൊരു ചെറുക്കൻ. എടാ, ഞാൻ കൊലക്കട നടത്തുമല്ല, നീ പൂവമ്പഴം കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു. നീ എന്തിനു പൂവമ്പഴം എന്റെ അടുത്ത് പറയേണ്ട കാര്യം? ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമല്ലേ? അത് കൊള്ളല്ലോ. എന്റെ ഒരു സങ്കടം ഞാൻ ഒന്ന് പറയാൻ നിന്നപ്പോഴത്തേക്ക് എന്റെ അടുക്ക് അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നീ ഒരു പെക്കടിക്കുന്ന എനിക്കൊന്ന് കാണണം. കാര്യം പറഞ്ഞു തരുമ്പോ ഏത് പ്രശ്നം? അല്ല, അവിടെ എന്താ ഇറങ്ങാൻ പോകുന്നത്? അയ്യോ, എന്റെ മോൾ ഇറങ്ങാൻ പോണു. എന്റെ മോനെ പടി ഇറങ്ങാൻ പോണു. ഞാൻ പടി ഇറങ്ങാൻ പോണു. പിന്നെ കല്യാണം കഴിഞ്ഞ ആഴ്ച പെണ്ണ് കൊണ്ട് അവളവിടെ നിന്നാ പിന്നെ എന്നെ ആദ്യമായിട്ട് എന്നെ അച്ഛാന്ന് വിളിച്ചെന്റെ മോളാണ് എന്റെ മോൾ. പിന്നെ അച്ഛാന്ന് വിളിക്കണ്ടേ, പിന്നെ അമ്മച്ചീന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ട് നിൽക്കേ, അമ്മച്ചീന്ന് വിളിക്കണമെങ്കിൽ അതന്നെ അങ്ങനെ വിളിക്കണ്ടേ? അതല്ല, പിന്നെ ഞാൻ നല്ലോണം പഠിപ്പിച്ചു. അവൾ നല്ലോണം പഠിക്കുകയും ചെയ്തിട്ട് നല്ലോണം പഠിപ്പിച്ചിട്ടല്ലേ പെണ്ണ് പഠിച്ച, പിന്നെ എന്തിനാ കരയുന്ന? അവർ നല്ലോണം പഠിപ്പിച്ചിട്ടല്ലേ കരയുന്ന, പിന്നെ എന്തിന്? നല്ലൊരു അച്ഛന്റെ വേദന പറഞ്ഞാണ്. വേദന എന്താ അപ്പുറത്തേക്കുന്ന? അതാരാണ് ആ പച്ച സാരി കൊടുത്തിരിക്കുന്നത്? അത് ബോംബെന്ന് വന്നതാണ്. ബോംബെന്നാ? പിന്നെ ബോംബെന്ന്, അതേ വനിതകളുടെ ഡോൺ. വനിതകളുടെ ഡോൺ പൊടിച്ചി പൊടിച്ചിയാ വന്നത് കരപ്പം പിടിച്ചിട്ടുണ്ട്. വനിതകളുടെ ഡോണിന് ഇടാൻ പറ്റിയ പേര് പൊടിച്ചി, വരാൻ പറ്റിയ അസുഖവും കരപ്പൻ. സന്തോഷം. ആ, അതാണല്ലേ അത് സുനിത. സുനിത സുനിത എന്ന് പറഞ്ഞ ആയ സമയത്ത് സുന്ദരി എന്ന് പറഞ്ഞ എവള് എന്നെ വേണമെന്നും പറഞ്ഞു ഒറ്റക്കാരി നിന്നോളാം. സുനിത അല്ല, എന്താ സംഭവം? എന്താ വായിലൊരു പ്രാണി പോയി. മറ്റേ അതാരാ ചുരിദാർ ഇട്ടിരിക്കുന്ന? അത് നീല ചുരിദാർ. ആ, നീല ചുരിദാർ. അവളെ ചൂണ്ടിക്കാണിക്കുന്നത് അവള് ഭാര്യയല്ലേ? ആരെ ഭാര്യ? അവളെ ചൂണ്ടിക്കാണിച്ചപ്പാ ഉള്ള മൂട് പോയില്ലേപ്പാ? നിങ്ങളുടെ എന്റെ ഭാര്യയെ കണ്ടിട്ട് കാണിക്കുന്നത് അത്രയും നോക്കി നിന്നിട്ട് അവള് പറയുന്ന കാര്യം തരും. അവളെ മോഹൻ താട്ടെ എനിക്ക് കോണം വരും, എനിക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ? പിന്നെ അവൾ അവിടെ തന്നെ വന്നു. നിങ്ങൾ അന്വേഷിക്കുന്നതോ അവരെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഞാൻ പോയിട്ട് വരാം. എല്ലാം കൊണ്ട് ഇവിടെ നോക്കിട്ടോ അവനാ ഭാര്യ കാണ്ട. ഒരു പേർക്ക് എനിക്ക് ഒഴിക്കണം. സാമ്പാർ എടുത്ത് ഞാൻ മുഖത്തൊഴിക്കും. പൊക്കോടെ എന്റെ മുമ്പിൽ പോ. എടാ ചെറുക്ക, ഒരു പെക്ക് ഒഴിയടാ. അങ്ങനെ വെക്കൊന്നും തരത്തില്ല. എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? കൊലക്കച്ചവടം അല്ലേ? കൊലക്കച്ചവടം. ഓമ്പടം പോലെ ചെറുക്കൻ എന്ന് പറഞ്ഞപ്പോ കൊലക്കച്ചവടം. എന്തോന്ന് ചെറുക്കനടാ ചെനക്കേ. നോക്കിയാണ് മണ്ടത്തിരിക്കണ. ഒരു രസമില്ല കാണാനെന്ന്. നോക്കിയാണ് ആ പെണ്ണുമായിട്ട് ഒരു ചർച്ചയില്ല. ചുമ്മാ അതിന്റെ ചുരിദാർ എടുത്തിട്ടേക്കണ ഷർവാണിയൊക്കെ ഇട്ട്. നീ എന്ത് രസോടാ? ഞാനാ? പിന്നെ ആ ഒരു രസമില്ല. ആ പെണ്ണിന് ചേരുന്ന നീയാണ്. ആ പെങ്കൊച്ചിന് സത്യം നീ നിന്നാണ് ചേരുമ്പടിയാണ് ആ പെങ്കൊച്ചിന്. നീ കൊള്ളത്തില്ലല്ലേ? എന്തിനു കൊള്ളാടാ? ഇത് തന്നെയാണ്. അവൻ കൊള്ളത്തില്ലല്ലേ? ആര് പറഞ്ഞു? ഡീസന്റ് ചേർക്ക. നീ എന്തിനുള്ളാടാ? നിന്നെ കൊള്ളൂല. അവൻ ഡീസന്റ് ചേർക്കേ. അതെന്നാ വൃത്തികെട്ട പരിപാടി പറഞ്ഞത്? അവനെന്തോ കുഴപ്പം? അവൻ നല്ലതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോ. എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? എന്റെ മുറപ്പെണ്ണി ഞാൻ കല്യാണം കഴിക്കണം. കൂടെ നിൽക്കാവും. ഇത് പറയേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നീ വെറും ആടാ സംസാരിക്കേണ്ട കാര്യമുണ്ട്. നീ അത് സെന്റിമെന്റ്സ് പുള്ളി വരുമ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സംസാരിക്കുമ്പോ നീ വന്ന് പറയണം. ഒരു ഒറ്റ ഡയലോഗ് അടിച്ചാൽ മതി. എന്തുവാ? സ്നേഹിക്കാൻ ഒരു മനസ്സും താലോലിക്കാൻ രണ്ട് കയ്യും എനിക്കുണ്ട്. പറയാൻ പറ്റൂ? സ്നേഹിക്കാൻ ഒരു മനസ്സും താലോലിക്കാൻ രണ്ട് കയ്യും. പറയാൻ പറ്റൂ? പറഞ്ഞോളാം. പറയാമല്ലോ. പറയാം. വേറെ വിഷയമൊന്നുമില്ലടാ. ഞാൻ ഡീസന്റ് ആയി ക്ലിയർ ആക്കിയിട്ടില്ലേ? സ്നേഹിക്കാൻ ഒരു മനസ്സും. എന്റെ പൊന്നു മാഷേ, അവിടെ പെണ്ണിനെ ചെറുക്കാൻ വെച്ച് ഫോട്ടോ എടുപ്പ്. പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? ക്യാമറ വെറുതെ പാടാ കൊടുത്താ അതെടുക്കട്ടെ. ഞാൻ പറഞ്ഞു എന്റെ മാഷിന്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനും ഒരു കാര്യം. മറ്റേ സംഭവം സ്നേഹിക്കാൻ ഒരു മനസ്സ്, താലോലിക്കാൻ രണ്ട് കൈകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ മാമ, ഓ സ്നേഹിക്കാൻ ഒരു മനസ്സും ലൗലോലിക്കൊക്കെ രണ്ട് കൈകളും എനിക്ക് കെട്ടിച്ചേർത്തൂടെ? ലൗലോലിക്കല്ല, പുളിഞ്ചിക്കാക്കി രണ്ട് കാല്. ഇതാണോ ഞാൻ പറഞ്ഞത്? ലൗലോലിക്ക എന്നാണ് പറഞ്ഞത്. ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ല, ഇവ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ ലൗലോലിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലൗലോലിക്ക ചെറുതാണ്. ഗുജറാത്തിൽ ഈ ലൗലോലിക്ക വരും. അത് ശകലം കൂടെ വലുതാണ്. ഈ ലൗലോലിക്ക നമ്മൾ ഗോവയെ കയറ്റി വിടും, ഒത്തി കൂടെ വലുതാവും. വല്ല ആവശ്യം കാര്യങ്ങൾ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? കൊച്ചൊരു ലൗലോലിക്ക കൊടുത്തപ്പോ അത് പരന്തേക്കാക്കി തിരിച്ചു തരും. പറഞ്ഞു പോയി. കാര്യം പറഞ്ഞ എന്റെ കല്യാണം നടക്കത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഗോപി മാഷിന്റെ മോനെടുത്ത് നീ ദേഷ്യപ്പെടുന്ന അതല്ലേ? നമ്മൾ ക്ഷണിക്കാതെ പോലും വന്ന മനുഷ്യനാണ്. നീ ദേഷ്യപ്പെട്ട കാര്യം തന്നെ. മാഷിയപ്പാ, നമുക്ക് കുടുംബക്കാരുണ്ട്, ഫോട്ടോ എടുക്കണം. അവരെല്ലാം അപ്പുറത്ത് പോയി അവിടെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കും. സംഭവം എനിക്ക് മനസ്സിലായി. വന്നവനും നിന്നവനൊക്കെ ഒന്നിച്ച സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ഈ കഥയിലെ വില്ലൻ. അങ്ങനെ
ഇവിടുത്തെ ഒരു കല്യാണം അങ്ങനെ ഇതായിട്ട് സെറ്റപ്പായിട്ട് നടക്കാന്ന് അവർ വിചാരിക്കണ്ട. എന്തായാലും നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ ഇതിനകത്ത് തന്നെ ആദ്യം കലക്കിയിട്ട് ഇവിടെ ഇപ്പൊ ഇവര് വന്നവര് തന്നെ ഞാനിത് കൊടുക്കും. ഒരു മനുഷ്യന്റെ കാര്യം സന്തോഷം. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഞാൻ വേണമെന്ന് ചോദിച്ചു. ഗോപി മാഷ്ട അത് ഞാൻ അറിയാതെ നേരത്തെ എന്തൊക്കെയോ സംസാരിച്ചതാണ്. കുഴപ്പമില്ല, അടിക്കൂ, അടിച്ചോളൂ. തന്നല്ലേ സ്റ്റീഫൻ ദേവസിയുടെ കിച്ചടി പിടിച്ചാ. ഞാൻ നേരത്തെ അറിയാതെ ഉടക്കി സംസാരിച്ചതാണ്. അതായത് ഒരു 15 വർഷം ആയിട്ട് ഞാൻ അവളെ സ്നേഹിച്ചോണ്ടിരിക്കും. ഈ സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവൂ? ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ അവസ്ഥ എന്താണ്? ബാത്റൂം ബാത്റൂം ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. വേറെ അല്ല സ്റ്റീഫൻ ദേവസി, അത് എന്താ സാധനം? കിച്ചടിയാ? കിച്ചടി. അത് വയറ്റിനെത്തി പ്രശ്നം. എന്ത് പ്രശ്നം? അല്ല കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞത് എനിക്ക് തന്നെയല്ലേ കെട്ടിച്ചു തരേണ്ടത്? അത് പിന്നെ കെട്ടിച്ചേരണം. കെട്ടിച്ചു തരേണ്ടത് എനിക്ക് തന്നെയാണ്. അതായത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ കാര്യം അറിഞ്ഞു. എന്ത് അവര് പറഞ്ഞത് അവർക്ക് നേരിട്ട് കാണണമെന്നാ. ഇത് കാണാൻ വേണ്ടി എന്തോ സംഭവം? അല്ല അതല്ലത്, ഞാൻ പറഞ്ഞില്ല ഗോപി മാഷിന്റെ മോൻ. ഗോപി മാഷിന്റെ മോൻ വന്നപ്പോ എന്താ വേണം? അവരെ മുമ്പ് ഇതൊന്ന് വർക്ക് ചെയ്യണം. എനിക്ക് ഇപ്പൊ അതിനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ പറയുന്നേ. അല്ല ഒരു കീച്ച അവർ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനേ ഇപ്പൊ വേറെ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റീഫൻ ദേവസി ആകെ വിഷയം. അല്ല ഞാൻ പറയട്ടെ, ഇത് അല്ല അതിനുള്ള സമയം അല്ല. അല്ലല്ല ഒരു കീച്ച പറഞ്ഞില്ലേ പേരിടുന്ന എന്തിന്? നമ്മളെ കല്യാണമല്ലേ? അങ്ങനെയാണ് ഞാൻ പറയാം. അങ്ങനെയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു. വായിച്ചാണ് അങ്ങനെയാണ്. നേരെ അത് കാണട്ടെ, അത് കാണട്ടെന്ന്. അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവാക്കി വിട്ടു. ബാക്കിയുള്ളവർക്കുള്ള പണിയും കൂടെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ പണിയും കൊടുത്തു നിൽക്കുന്നവരാണ് ഈ ഞാൻ. മക്കളെ ആകെ വിഷയമാണ്. എന്തുപറ്റി? നമ്മുടെ കല്യാണ ചെറുക്കയില്ലേ, കല്യാണ ചെറുക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തിന്? അവന് വൈകിട്ട് പ്രശ്നമായിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റൂല. ആണോ? അതുകൊണ്ട് കുടുംബത്തിന് മാനം രക്ഷിക്കാൻ നീ എന്നെ അവനൊന്ന് കെട്ടണം. ഒന്നങ്ങോട്ട് നിന്ന് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. കൂട്ടുകാരുള്ളതുകൊണ്ടുള്ള ഗുണങ്ങളെ പായസത്തിനകത്ത് നേരെ ഈ സാധനം കലക്കി കൊടുത്തു. അവനെ ഞാൻ ഹോസ്പിറ്റലിലാക്കി. എനിക്ക് പിന്നെ ഓർമ്മ അടിച്ച അതെ ഞാൻ അടിച്ചിട്ട് കല്യാണ പന്തലോട്ട് സമയമില്ല മുഹൂർത്തം. പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും ഒരു ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കത്തില്ല മാമ. അതുകൊണ്ട് തന്നെ ഞാൻ മാമന്റെ കൂടെ വന്നിരിക്കും. എനിക്ക് ഹാപ്പിയായി മാമ. അതെ എല്ലാരും പറഞ്ഞല്ലോ ചെറുക്കന് പ്രശ്നമായി. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ആ പെണ്ണിനെ കെട്ടാനായിട്ട് പോവാ. കേട്ടാ എല്ലാവർക്കും നന്ദി. ഓക്കെ ഒരു സെക്കൻഡ് മാമ ഒന്നും കൊണ്ടുവന്ന് ആദ്യം തന്നെ ഒന്ന് അനുഗ്രഹം മേടിക്കാം. അനുഗ്രഹം നന്നായി വരും. എന്ത് പറ്റടാ? സമയല്ലടാ വാടാ. ഞാനിപ്പോ സന്തോഷത്തില്ലേ മദ്യം കുടിച്ചായിരുന്ന പിന്നെ ഇപ്പൊ അടിച്ചു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും എടുത്ത് നക്കിയാ? സ്റ്റീഫൻ ദേവസിയുടെ പച്ചടി. സ്റ്റീഫൻ ദേവസിയാ? അയ്യോ എന്താ ഞാൻ കല്യാണ പന്തലിലേക്ക് വരത്തില്ല. കല്യാണ പന്തലിലോട്ട് വന്ന ഒരു ഫ്യൂഷൻ ഉറപ്പാ. ശെൽവ, ശ്യാം, മനു നന്നായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പ്ലേ ചെയ്തു. 3 പേരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പ്രസാദം തന്നെ തുടങ്ങി. കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിരുന്നു കേട്ടോ. ഒരു കല്യാണ വീടിൻ്റെ ഒരു ആംബിയൻസ് എല്ലാം അവിടെ ബാക്കിൽ വന്നു. നിങ്ങൾ 3 പേര് വെച്ച് തന്നെ അതൊക്കെ ഒപ്പിച്ചു. അതെല്ലാം നന്നായിരുന്നു. നല്ല രീതിയിലൊക്കെ നിങ്ങൾ പെർഫോം ചെയ്തു. പിന്നെ അത്യാവശ്യം ചെറിയ സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൗണ്ടറുകൾ സാധാരണ പോലെ നിങ്ങളുടെ നിറഞ്ഞു നിന്നില്ല എന്നുള്ളൊരു മൈനസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. പെർഫോമൻസിൻ്റെ സൈഡൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷേ ആ ക്ലൈമാക്സ് വരെ എത്താനായിട്ട് കുറച്ച് സമയമെടുത്തു. അതൊരു കുറച്ചുകൂടെ നേരത്തെ ആ ക്ലൈമാക്സ് എത്തിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ കൗണ്ടർ കൊണ്ട് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ക്ലൈമാക്സിൻ്റെ ആ ഒരു പവറിൽ കുറച്ചുകൂടെ പവർ കിട്ടിയേനെ നിങ്ങൾക്ക്. സാധാരണ മദ്യം കഴിച്ച് അത് ഫിറ്റായി വരാനായിട്ടൊരു ലാഗ് വരും. ആ ലാഗ് നമ്മൾ സ്റ്റേജിൽ കാണിക്കേണ്ട കാര്യമില്ല.
പക്ഷേ സ്റ്റീഫൻ ഡേവിസെ കഴിച്ചിട്ട് പിന്നെ അധികം ലാഗ് വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള. അത് വളരെ പെട്ടെന്ന് തന്നെ അത് വർക്കൗട്ടായി. അതേപോലെ മറ്റൊന്നും ഇത്ര ലാഗ് ഇല്ലാതെ അത്ര അധികം കഴിക്കാതെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അല്ലേ സ്പീഡപ്പ് ചെയ്ത് നമുക്ക് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആയനെ ഈ സ്കിറ്റ് എന്നുള്ളതാണ്. കുറച്ച് കോമഡിയും കൗണ്ടറുകളും കൂടെ കയറിയിരുന്നെങ്കിൽ അവസാനത്തെ ക്ലൈമാക്സിന് നല്ല പവർ കിട്ടുമായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ തിരമാല പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള തിരമാല വരണം. നിങ്ങളുടെ സ്കിറ്റുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് അവസാനം വരെ നല്ല കൗണ്ടർ ഉണ്ടാവും. പക്ഷേ ഈ സ്കിറ്റിൽ ഭയങ്കര പൊട്ടിച്ചിരിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രം ചില ഏരിയയിൽ വരുമ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അത് മാത്രമേ ഞാനൊരു കുഴപ്പമായിട്ട് കണ്ടുള്ളൂ. കാരണം ആ ഒരു തിരമാലക്ക് അനുസരിച്ചുള്ള ലെവലായിട്ട് നിന്നില്ല. കടൽ അങ്ങനെയാണല്ലോ എപ്പോഴും ഏറ്റവും കുറച്ചുണ്ടാവുമല്ല. ചിലതൊക്കെ നമുക്ക് പിടിവിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തലതല്ലിച്ചിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ശരിക്കും കളിച്ച് കയറ്റിയ സ്കിറ്റാണിത്. നിങ്ങൾ തന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ട് ചെയ്യണേക്കാലത്തും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അല്ലേ കുറേയും കൂടി അങ്ങോട്ട് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കളിച്ചല്ലേ. ഒരു പോയിന്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് അത് ലാഗാവാത്ത രീതിയിൽ കളിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ആർട്ടിസ്റ്റാണ് നിങ്ങൾ. അത് ഈ സ്കിറ്റിൽ ഞാൻ കണ്ടിരുന്നു. കാരണം ആ മറ്റേ തൂക്കുപാലത്തിലേക്ക് ഒരു ആവശ്യമില്ല. തൂക്കുപാലത്തിൻ്റെ ഞാൻ കരുതി അതിൻ്റെ ബാക്കിൽ എന്തോ സംഭവം ഉണ്ടെന്ന് കരുതി. തൂക്കുപാലം ഇനി എങ്ങനെയാവും ബ്രിട്ടീഷുകാർ പണിതാണ് ഇതാണെന്നൊക്കെ സംഭവം ഒന്നുമില്ല കണ്ടു. പക്ഷെ നമ്മൾ ചിരിച്ചു പോയി. ശ്യാം എത്ര പ്രാവശ്യം തൂക്കുപ്രാരം കണ്ണുപഴി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നല്ല സാധനങ്ങൾ കുറേ ഉണ്ട്. ക്ലൈമാക്സും ഈ പറയേണ്ട പോലെ ഉഗ്രനായിരുന്നിട്ടാ. കാരണം നിങ്ങളുടെ പല ക്ലൈമാക്സും വെറുതെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇത് നല്ല അടിച്ച് പഞ്ചായിട്ട് നിൽക്കുന്ന ഈ കണ്ടന്റിന് പറ്റിയ ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞോട്ട് ചെറിയൊരു ട്രൈനസ് ഫീൽ ചെയ്തിരുന്നു. അവിടെ തമാശകൾ ഉണ്ടായിരുന്നേ ഇല്ല. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഗ്രാൻഡ് ആയിരുന്നു, ക്ലൈമാക്സ് ഉൾപ്പെടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ സെൽവ, ശ്യാമേ, കുമ്പാരി, ഞാൻ ആദ്യം കൈഡി വരുന്ന ക്ലൈമാക്സിന് ഒരു ഉഗ്രം ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾ ഗംഭീരമായിട്ട് കാര്യം നമുക്കറിയാം. അതിനകത്ത് കുമ്പാരി ആ എൻഡ് പോർഷനിലേക്ക് ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു സാധനത്തിൽ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് സ്കിറ്റ് കളിക്കുമ്പോഴും കുമ്പാരി അത് വളരെ കറക്റ്റായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. കാര്യം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. കാര്യം അവിടെ തൊട്ട് അവർക്ക് ഹുക്കായി ആ സാധനം കറക്റ്റായിട്ട് കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചു. അതിനൊരു ഉഗ്രം കൈയടി കുമ്പാരി അസാധ്യമായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് ശ്യാമിലേക്ക് വരാം. ശ്യാമിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തൂക്കുപാലോ, അത് നമ്മളിങ്ങനെ നോക്കിയപ്പം ഇതെന്തോ ബിജുക്കൂടെ പറഞ്ഞല്ലോ എന്തോ ഇതിൻ്റെ പിന്നിൽ തൂക്കുമോ, പക്ഷെ അത് കളിച്ച് കയറ്റി വെക്കുന്ന തൂക്കോലെ വന്നു. ഇത് കഴിഞ്ഞിട്ട് പിടിവിട്ടു പോയത് ചുരിദാറിട്ട പെണ്ണുങ്ങളെ കാണിച്ച് എന്തെങ്കിലും ആണോ നിര സരി വിട്ടേനെ എൻ്റെ ഭാര്യയാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നതിനോട് ആര് പറഞ്ഞ കാര്യം ഒരു വേദനയുണ്ട്. ആ വേദന എക്സ്പ്രഷനൊക്കെ ഗംഭീരമായിട്ട് ശ്യാം ഒരു ആർട്ടിസ്റ്റ് ബേസ് നിങ്ങൾ അസാധ്യ പെർഫോമൻസ്. അതിപ്പം നമുക്കൊന്നുമില്ലെങ്കിലും ഇപ്പം ചില കൗണ്ടറുകൾ കുറവായിരിക്കാം, ലാഗ് അടിക്കാമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഇടയ്ക്കത്തെ കുറേ സാധനങ്ങൾ അതിനകത്ത് വന്ന് കയറുമ്പം പിടിവിട്ടു അറിയാതെ നല്ല രസമായിട്ട് നിങ്ങളുടെ ടീം വർക്കാണ് കേട്ടോ. നിങ്ങളുടെ ടീം വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ സ്കിറ്റ് ഇങ്ങനെ നിന്നത്. കാര്യം കുറേ കൗണ്ടർ കുറവുള്ള പോർഷൻ ബിജുകുണ്ടും ബസാറിനൊക്കെ പറഞ്ഞ പോലെ കൗണ്ടർ കുറവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതല്ല നമുക്ക് കുറച്ച്. പക്ഷേ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേരും നന്നായിട്ട് ചെയ്തു. അടുത്ത സ്കിറ്റ് ഇതിനേക്കാൾ ഗംഭീരമാക്കുക. അപ്പോൾ 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. മാർക്ക് കൊടുക്കാം അല്ലേ? മാർക്ക് കൊടുക്കാം. ഞാൻ കൊടുക്കാം. ആദ്യം ഞാനൊരു 12,000 രൂപ. 12,000 ബിജുകുണ്ടപ്പോൾ 12,000 രൂപ വന്നു. ഇനി പ്രസാദ് ഞാൻ കൊടുക്കാം. ഞാനൊരു 13,000 രൂപ. ഓക്കെ, അപ്പോൾ മൊത്തം 25,000 ആയിട്ടുണ്ട്. 3 പേർക്കുള്ളത് ഞാൻ അങ്ങോട്ട് തന്നേക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്കിറ്റ് ഇതിനേക്കാൾ ഗംഭീരമായ സ്കിറ്റുകളുമായിട്ട് വരണം. ഒരുപാട് സ്കിറ്റുകളും ഒരുപാട് ആരാധകരുള്ള 3 പേരാണ് കേട്ടോ. പൊളിക്കുക. അപ്പൊ ബിജുക്കുട്ടാ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരേക്കും സന്ധിക്കുവരേക്കും വണക്കം. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ.